Hello friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി Ammus Collections സ്വാഗതം. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത് നമ്മൾ കുറച്ച് വൈറ്റ് സാരീസ് ആണ്. ക്രിസ്മസ് സ്പെഷ്യൽ സാരീസിന്റെ സെയിലാണ് ഇന്ന് കാണുന്നത്. കാണുന്നതെല്ലാം വൈറ്റിൽ കളർ കോമ്പിനേഷൻസ് വരുന്നതാണ്. വൈറ്റ് സാരീസ്, കോട്ടയുണ്ട്, സിൽക്കി കോട്ടയുണ്ട്. കോട്ടൺ സാരീസ് താല്പര്യമുള്ളവർക്ക് ഇതുപോലത്തെ സാരീസ് ഇന്നിപ്പോൾ ഞാൻ കാണിക്കുന്നത് 4 വൈറ്റ് സാരീസാണ്. 4ലും ഡിഫറെൻറ്റ് ഡിസൈൻസും ഡിഫറെൻറ്റ് സ്റ്റിച്ചസും യൂസ് ചെയ്തിട്ടുള്ള സാരീസാണ്. അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് സാരീസ് വേണമെന്നുണ്ടെങ്കിൽ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഇന്ന കളർ കോമ്പിനേഷൻ, ഇപ്പോൾ വൈറ്റാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്, വൈറ്റിൽ കട്ട് വർക്കോ അല്ലെങ്കിൽ ആപ്ലിക്കോ വർക്കോ അല്ലെങ്കിൽ ഹാൻഡ് എംബ്രോയിഡറി ആയിട്ടുള്ള ഇന്ന് കാണിക്കുന്ന പാറ്റേൺസോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എത്രയും പെട്ടെന്ന് അറിയിക്കുവാണെങ്കിൽ നിങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷന് മുമ്പായിട്ട് നമുക്ക് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റും. ഓൺ ടൈമിൽ നിങ്ങൾക്ക് കിട്ടാൻ പറ്റും കയ്യിൽ. വിത്ത് ബ്ലൗസ് പീസ് ആണെങ്കിൽ അതായാലും പറഞ്ഞേച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇന്നത്തെ കോട്ട സാരി ക്രിസ്മസ് സ്പെഷ്യൽ സാരീസ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. എല്ലാം തന്നെ പുതിയ പുതിയ പാറ്റേൺസുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന സാരീസുമാണ്. അപ്പോൾ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ സാരി. വൈറ്റ് ചെക്കോട്ട സാരിയുടെ അകത്ത് ഇതുപോലെ ലോങ് ഫ്രഞ്ച് നോട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഫെദർ സ്റ്റിച്ചും അതുപോലെ തന്നെ ഹെയർ ആൻഡ് ബോണും സ്റ്റെം സ്റ്റിച്ചൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് 4 ഡിഫറെൻറ്റ് ഷെയ്ഡ്സാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രീനിൻ്റെ തന്നെ 2 ഷെയ്ഡ്, ലൈറ്റ് ഒലീവ് ഗ്രീനും ഡാർക്കർ ഷെയ്ഡ് ഒലീവ് ഗ്രീനും, അതുപോലെ തന്നെ പിങ്കിൻ്റെ തന്നെ ലൈറ്റ് ഷെയ്ഡ്, ഡാർക്കർ ഷെയ്ഡും ലൈറ്റർ ഷെയ്ഡും, അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഫ്ലവേഴ്സ് തയ്ച്ചിരിക്കുന്ന ലോങ് ഫ്രഞ്ച് നോട്ട്, കുഞ്ഞു കുഞ്ഞു പൊട്ടായിട്ട് കൊടുത്തിരിക്കുന്ന ഫ്രഞ്ച് നോട്ടും, ഇവിടെ സ്റ്റെമ്മിന് സ്റ്റെം സ്റ്റിച്ചും, ലീവ്സിന് ഹെയർ ആൻഡ് ബോണും, ഇവിടെ സാറ്റിൻ സ്റ്റിച്ചും അല്ലെങ്കിൽ ലോങ് സ്റ്റിച്ചും, ഇവിടെ പിന്നെ ഫെദർ സ്റ്റിച്ചും, അങ്ങനെ ഒത്തിരി സ്റ്റിച്ചസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കുഞ്ഞു പാറ്റേൺ നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കാണാനായിട്ടും വളരെയധികം ഭംഗിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് മുന്താണിയുടെ ഒരു സൈഡിൽ വരുന്നത്. പിന്നെ റണ്ണിങ് പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു പാറ്റേൺ ആണ് ഉള്ളത്. പിന്നെ ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 5 ഡിസൈനാണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട് ഫുള്ളും കവർ ചെയ്യുന്ന രീതിയിലാണ്. ഒരു ഡിസൈൻ കഴിഞ്ഞിട്ട് 3 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത ഡിസൈൻ. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഷോൾഡർ പ്ലീറ്റിൽ ഫ്രണ്ടിൽ 30 ഇഞ്ച് വരെ 30 ഇഞ്ചസ് ഇതുപോലത്തെ ഡിസൈൻസ് ഉണ്ടാകും. ഇങ്ങനെയാണ് ഡിസൈനിങ് വരുന്നത്. അങ്ങനെ 5 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിലുള്ളത്. പിന്നെ താഴത്തോട്ട് ഡിസൈനിങ് ഒന്നുമില്ല. ഇത് വിത്ത് ബ്ലൗസ് പീസാണ്. ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന സാരീസ് എല്ലാം തന്നെ വിത്ത് ബ്ലൗസ് പീസായിട്ടാണ് വരുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവിലും ഇതുപോലത്തെ ഒരു കുഞ്ഞ് പാറ്റേൺ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ബ്ലൗസിൻ്റെ സ്ലീവിൽ വരുന്നത്. ഇതുപോലത്തെ ഒരു ഡിസൈനാണ് ബ്ലൗസിൻ്റെ സ്ലീവിൽ വരുന്നത്. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. ഷോൾഡറിലാണ് നമ്മൾ ഫോക്കസ് കൂടുതൽ ചെയ്തിരിക്കുന്നത്. 5 ഡിസൈനാണ്. മൾട്ടിപ്പിൾ ഷെയ്ഡ്സ് ഓഫ് ത്രെഡ്സ് യൂസ് ചെയ്തേക്കുന്ന കാരണം വൈറ്റിൽ ഇതുവരെ നല്ലൊരു എലഗൻറ്റ് ലുക്കുണ്ട്. സിമ്പിളാണ്, എന്നാൽ ഒരു അത്യാവശ്യം വർക്കുള്ളതുകൊണ്ട് ഒരു എലഗൻറ്റ് ലുക്കും ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1500 ആണ് വിത്ത് ബ്ലൗസ് പീസ് വരുന്നത്. അടുത്തതൊരു വൈറ്റ് സിൽക്കി കോട്ടയാണ്. അതിൻ്റെ അകത്ത് ഇതുപോലെ റെഡ് ആൻഡ് വൈറ്റ് ആൻഡ് ഗ്രീൻ ഷെയ്ഡാണ്. ഇതിൻ്റെ അകത്ത് ഫെദർ സ്റ്റിച്ചും അതുപോലെ തന്നെ ലേസി ഡേസിയും ഫ്രഞ്ച് നോട്ടുമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഡിസൈനാണ്. ബഞ്ച് ഓഫ് ഫ്ലവേഴ്സാണ് മുന്താണിയുടെ ഒരു വശത്ത് വരുന്നത്. പിന്നെ റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ അതിൻ്റെ ഒരു സ്മോൾ ബഞ്ചാണ് റണ്ണിങ് പോർഷനിൽ വരുന്നത്. പിന്നെ ഷോൾഡർ പ്ലീറ്റാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 2 ഡിസൈൻ അടുപ്പിച്ച് വരുന്നുണ്ട്. ഒരു ഡിസൈൻ കഴിഞ്ഞിട്ട് ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത ഡിസൈൻ വരുന്നുണ്ട് ഇതുപോലെ തന്നെ. പിന്നെ താഴത്തെ ലെഗ് പോർഷനാണ്. ഇനി റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ, റണ്ണിങ് പോർഷനിൽ കണ്ടുപോലത്തെ ഒരു ഡിസൈനാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്ലീറ്റ്സിലുണ്ട്. ബോട്ടം പ്ലീറ്റ്സിൽ 3 ഡിസൈനാണ്. ഇതൊരു പ്ലീറ്റിൽ വരുന്നത്, പിന്നെ ഒരു പ്ലീറ്റ്, പിന്നെ ഒരു ഡിസൈൻ, പിന്നെ ഒരു ഡിസൈൻ, അങ്ങനെ മൊത്തത്തിൽ 3 ഡിസൈനാണ് ബോട്ടം പ്ലീറ്റ്സിൽ കൊടുത്തേക്കുന്നത്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഒരെണ്ണം. അങ്ങനെ മൊത്തത്തിൽ 4 ഡിസൈൻ ആണ് താഴെ വരുന്നത്. ഒരെണ്ണം റണ്ണിങ് പോർഷനിൽ, വലിയത് 2 ഷോൾഡർ പ്ലീറ്റിലും മുന്താണിയിലും ഒരെണ്ണം. അങ്ങനെയാണ് ഈ സാരി വരുന്നത്. ഇതിന് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് റെഡ് കളർ ബ്ലൗസ് പീസാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ തന്നെ റെഡ് കളർ സിൽക്കി കോട്ടയുടെ തന്നെ ബ്ലൗസ് പീസാണ് ഉള്ളത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റും 1500 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തത് വൈറ്റ് ചെക്ക് കോട്ടയിൽ ഇതുപോലെ റെഡ് ആൻഡ് ഗ്രീൻ കളർ, ബോട്ടിൽ ഗ്രീൻ ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിൽ ചെയ്തിരിക്കുന്ന ബ്ലാങ്കറ്റ് സ്റ്റിച്ചും സാറ്റിൻ സ്റ്റിച്ചും യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ്. ഇങ്ങനത്തെ ഒരു പാറ്റേൺ മുന്താണിയുടെ ഒരു വശത്ത് പിന്നെ റണ്ണിങ് പോർഷനിലാണ് ഉള്ളത്.
അത് സെയിം പാറ്റേൺ തന്നെയാണ് റണ്ണിങ് പോർഷനിലും കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 3 ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഒരേ 3 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് ഒരേ ഡിസൈൻ. ഈ ഡിസൈൻ കഴിഞ്ഞ് അടുത്ത ഡിസൈൻ, അത് കഴിഞ്ഞിട്ട് ഒരു 3 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത ഡിസൈൻ. അങ്ങനെ 3 ഡിസൈനാണ് ഫ്രണ്ടിൽ വരുന്നത്. ഇത് ഇതുവരെ ആയിരിക്കും ഫ്രണ്ടിൽ 3 ഡിസൈൻ അടുപ്പിച്ച് വരുന്നുണ്ട്. ഇങ്ങനെ 3 ഡിസൈനാണ് ഫ്രണ്ടിൽ വരുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ ഉണ്ട്. ഇതും വിത്ത് ബ്ലൗസ് പീസ്. ഇന്ന് നമ്മൾ കാണുന്ന സാരീസ് എല്ലാം വിത്ത് ബ്ലൗസ് പീസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതും വിത്ത് ബ്ലൗസ് പീസ് ആണ്. ബ്ലൗസിൻ്റെ സ്ലീവിൽ ഒരു കുഞ്ഞ് എംബ്രോയിഡറിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവിൽ ഇതുപോലത്തെ ഒരു പാറ്റേൺ ആണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. 2 സ്ലീവിലും പടിയുടെ അവിടെയായിട്ട് ഇതുപോലെ ഒരു കുഞ്ഞു പാറ്റേൺ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും റെഡി ഫോർ സീലാണ്. ഇത് കുറച്ചും കൂടെ തയ്ക്കാനുള്ളത് കൊണ്ട് വലിയ ഡിസൈനും ആയതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് 1700 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തത് വൈറ്റ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ്. വൈറ്റ് സാരിയിൽ വൈറ്റ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന സാരിയാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ കാസ്റ്റോൺ സ്റ്റിച്ചും ബൂളിയൻ ഡോട്ടും ലേസി ഡേസിയും ഫ്ലൈ സ്റ്റിച്ചും സ്റ്റെം സ്റ്റിച്ചും എല്ലാം യൂസ് ചെയ്തിട്ടാണ്. അത് നിങ്ങൾക്ക് കാണാം. സ്റ്റെം സ്റ്റിച്ചാണ് സ്റ്റെമ്മിന് കൊടുത്തിരിക്കുന്നത്. ബഡ്സിനെല്ലാം കൊടുത്തിരിക്കുന്ന ബൂളിയൻ നോട്ടാണ്. ഇവിടെ റോസ് ഫ്ലവേഴ്സിനും ബൂളിയൻ നോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ലീവ്സിന് ലേസി ഡേസി തയ്ച്ചിട്ടുണ്ട്. ഇവിടെ ലീവ്സിന് ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വലിയ ഫ്ലവറിന് ബൂളിയൻ നോട്ട് ഉള്ളിൽ കൊടുത്തിട്ട് പുറമേ കൂടെ കാസ്റ്റോൺ സ്റ്റിച്ചുമാണ് ചെയ്തിരിക്കുന്നത്. ഇത് ലൈറ്റിൻ്റെ ഡിഫറൻസിൽ കളർ വേരി ചെയ്ത് കാണുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ആക്ച്വലി സാരിയുടെ കളർ വൈറ്റ് ആൻഡ് വൈറ്റ് ആണ്. വൈറ്റിൽ വൈറ്റ് കോമ്പിനേഷനിൽ ചെയ്തിരിക്കുന്ന വർക്കാണ്. മുന്താണിയുടെ ഒരു വശത്ത് ഇതുപോലത്തെ ഒരു ഡിസൈനും പിന്നെ നടുക്ക് ഇതുപോലെ ഒരു ഡിസൈനാണ് നടുക്ക് തയ്ച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു കുഞ്ഞു പോർഷനാണ് നടുക്ക് തയ്ച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കുഞ്ഞു ഡിസൈൻ മറുവശത്തും നമ്മൾ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാസ്റ്റോൺ സ്റ്റിച്ചൊക്കെ ആയതുകൊണ്ട് ഇതിൻ്റെ തയ്ച്ച് തീർക്കാനായിട്ടുള്ള സമയം കുറച്ചധികം എടുക്കും. ബൂളിയൻ നോട്ടും കാസ്റ്റോൺ സ്റ്റിച്ചൊക്കെ ആയതുകൊണ്ട്. പിന്നെ റണ്ണിങ് പോർഷനിലാണ്. റണ്ണിങ് പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു നമ്മുടെ മുന്താണിയുടെ നടുക്ക് പോർഷനിൽ കണ്ട പോലത്തെ ഒരു ഡിസൈൻ മുന്താണിയുടെ റണ്ണിങ് പോർഷനിൽ നമ്മൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ തന്നെ 2 ഡിസൈനാണ് ഉള്ളത്. ഇതുപോലെ ഒരു ഡിസൈൻ കഴിഞ്ഞിട്ട് അടുത്ത ഡിസൈൻ ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് ഗ്യാപ്പിൽ അടുത്ത ഡിസൈനും വരുന്നുണ്ട്. ഈ ഡിസൈൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വർക്ക് വരുന്നത് കാലിൻ്റെ അവിടെയാണ്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ സ്റ്റാൻഡിങ് പൊസിഷനിൽ തയ്ച്ചിട്ടുണ്ട്. പിന്നെ ബോട്ടം പ്ലീറ്റ്സിലാണ്. ഈ സാരിക്ക് വിത്ത് ബ്ലൗസ് പീസ് ഇല്ല. ബ്ലൗസ് ഏത് വൈറ്റ് ബ്ലൗസ് വേണമെങ്കിലും ഇടാം. വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടാലാണ് കുറച്ചുകൂടെ ഭംഗി തോന്നുന്നത്. ഇതിൻ്റെ പിന്നെ ഷോൾഡർ ബോട്ടം പ്ലീറ്റ്സിലുള്ള വർക്ക് കാണാം. ബോട്ടം പ്ലീറ്റ്സിൽ ഇതുപോലത്തെ കുഞ്ഞു ഫ്ലവേഴ്സാണ് ബോട്ടം പ്ലീറ്റ്സിൽ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ 2 ഫ്ലവേഴ്സും 3 ലീവ്സും ആയിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇങ്ങനെ ബോട്ടം പ്ലീറ്റ്സിൽ ഇവിടെയൊക്കെ ഇതുപോലെ വർക്ക് വരുന്നു. പിന്നെ അടുത്ത പ്ലീറ്റിൽ അങ്ങനെ 4 ഡിസൈൻ ഇതുപോലത്തെ കുഞ്ഞത് കൊടുത്തിട്ടുണ്ട് ബോട്ടം പ്ലീറ്റ്സിൽ. ഇതുപോലെ 4 ഡിസൈനാണ് ബോട്ടം പ്ലീറ്റ്സിലുള്ളത്. ഇത് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഞാൻ പറഞ്ഞു സ്റ്റാൻഡിങ് പൊസിഷനിൽ തയ്ച്ചിട്ടുണ്ടെന്ന്. ഇതൊരു വൈറ്റ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഒരു വളരെ ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ്. അതിൻ്റെ അകത്ത് ആക്സസറീസൊക്കെ ഇട്ട ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് വൈറ്റിൽ വൈറ്റ് എംബ്രോയിഡറി വരുമ്പോൾ. ആ ഒരു എലഗൻസ് ഈ സാരിയിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 2200 ആണ്. ഇത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്, ഇത് ഇത്തിരി എഫോർട്ട് എടുത്ത് ചെയ്യേണ്ട വർക്ക് ആയതുകൊണ്ടാണ് റേറ്റിനും കൂടുതൽ വരുന്നത്. 2200 ആണ്. ഇത് വിത്ത് ബ്ലൗസ് പീസ് അല്ല. അപ്പോൾ ഇത് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇന്ന് നമ്മൾ 4 സാരി കണ്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ഓരോരോ കളർ ഷെയ്ഡ്സ് നമ്മൾ ഇന്നിപ്പോൾ വൈറ്റ് ആണ്. ഇനി അടുത്ത ദിവസം വേറൊരു കളർ ഷെയ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ വരുന്നത്. അപ്പോൾ ഓരോ ദിവസം ഓരോ കളർ ഷെയ്ഡിന് സാരീസും കാണിക്കാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏത് കളർ ഷെയ്ഡാണ് വേണ്ടതെന്ന് വെച്ചാൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പറഞ്ഞാൽ മതി. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ബൈ.